ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കുന്നതിനായി സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പ്രതീക്ഷിച്ച എഫിഷ്യൻസി പാനലിൽ നിന്നും ലഭിക്കുന്നില്ല. പ്രധാനമായും ഇത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത പാനൽ ഉപയോഗിക്കുന്നതിനാലും അല്ലെങ്കിൽ പ്രോപ്പറായ പാനൽ ക്ലീനിങ് ഇല്ലാത്തതിനാലും. അതിനുള്ള സൊല്യൂഷനാണ് ക്വാളിറ്റിയുള്ള പാനൽ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പാനലിൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ പാനൽ ക്ലീൻ ചെയ്യുക എന്നത്. തീർച്ചയായും പാനൽ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രാവിലെയും വൈകുന്നേരവും സൺലൈറ്റ് കുറവായതിനാൽ പാനൽ ടെമ്പറേച്ചറും പാനൽ വോൾട്ടേജും കുറവായിരിക്കും. ആയതിനാൽ ഇതാണ് പാനൽ ക്ലീൻ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം. പാനൽ ക്ലീൻ ചെയ്യുമ്പോൾ അതിനനുയോജ്യമായ ക്ലീനിങ് ഡിറ്റർജൻറ്റ് മാത്രം ഉപയോഗിക്കുക. കെമിക്കൽ കൂടിയ ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുമ്പോൾ പാനലിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പൗണ്ട്സിന് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുകയും അതുമൂലം പാനലിൽ ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്നാൽ ബോഡി ഷാമ്പു പോലുള്ളവ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഹൈ പ്രഷറിലുള്ള പവർ വാഷുകൾ ഉപയോഗിക്കാതിരിക്കുക. സോളാർ പാനലിൻ്റെ കണക്ഷൻസ് എല്ലാം വാട്ടർ പ്രൂഫ് ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും കേബിൾ ഇൻസ്റ്റലേഷൻ ഡാമേജ് സംഭവിച്ച് ലീക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് പലപ്പോഴും അപകടങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. ഓഫ് ഗ്രിഡ് ആയാലും ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആയാലും ഹൈ വോൾട്ടേജ് ലഭിക്കുന്നതിനായി സോളാർ പാനലുകളെ സീരീസ് ആയി കണക്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതിൽ 100 മുതൽ 700 DC വോൾട്ട് ലഭിക്കത്തക്ക രീതിയിലാണ് കണക്ഷൻ കൊടുക്കാറുള്ളത്. ഈ വോൾട്ടേജ് സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായി മാറാറുണ്ട്. ആയതിനാൽ സോളാർ പാനൽ റീവർക്ക് ചെയ്യുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിയുടെ ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ സഹായത്താലോ മാത്രം ചെയ്യുന്നതായിരിക്കാം എപ്പോഴും നല്ലത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി Murickens.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലെ സോളാർ ന്യൂസ് എന്ന പേജ് സന്ദർശിക്കുക.